ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമ്മളെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലേ. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സജിത്തേട്ടൻ ഒരു 1 വീക്കിന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നിട്ടുണ്ടെന്ന്. സജിത്തേട്ടൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ എഡിറ്റിങ്ങൊക്കെ അത്ര കാര്യമായിട്ട് നടക്കില്ല. കാരണം അപ്പോൾ പിന്നെ കുറച്ച് സമയം നമ്മൾ ഫാമിലിക്ക് വേണ്ടി മാറ്റി വെക്കുന്നതല്ലേ. നമ്മളുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കൊടുമുടിക്കാവിലെ പൂരമാണ് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലത്തെ പൂരം. നമ്മളെല്ലാവരും ഇങ്ങനെ കുറേ ദിവസമായിട്ട് കാത്തിരിക്കുന്ന പൂരമാണ്. അപ്പോൾ ആ ദിവസത്തിലെ രാവിലെ തൊട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ രാവിലെ തന്നെ തറ വരും. തിറ എന്നാണ് ശരിക്കും പല സ്ഥലങ്ങളിലും പറയാം, നമ്മളൊക്കെ തറ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ തറ വരും. ചില സമയങ്ങളിലൊക്കെ അത് വെളിച്ചാവുന്നതിന് മുമ്പ് വളരെ നേരത്തെ വരും കേട്ടോ. ഇപ്രാവശ്യം പിന്നെ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു, 7:30 വന്നത്. അപ്പോൾ തറയുടെ ഈ ഒരു കൊട്ട് നമ്മൾ ദൂരെ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നെല്ലും അരിയും ഒക്കെ റെഡിയാക്കി വെച്ച് ഇങ്ങനെ കാത്തിരിക്കും കേട്ടോ. എന്ത് രസമല്ലേ അത് കളിക്കുന്നത് കാണാൻ, ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ആ താളത്തിനനുസരിച്ച്. അപ്പോൾ ചില സമയത്ത് 3-4 എണ്ണം ഒരുമിച്ചൊക്കെ ആവും ഉണ്ടാവുക. ഇതിങ്ങനെ 3-4 എണ്ണം ഉണ്ടെങ്കിൽ കൂടി രണ്ടുപേരായിട്ട് ഓരോ വീടുകളിൽ അങ്ങനെ കയറി ഇറങ്ങുകയാണ്. കാരണം അവർക്ക് ടൈമിന് അങ്ങോട്ട് എത്തണ്ടേ, ആ കാരണം കൊണ്ട്. പോണേയില്ല. കുഞ്ഞെവിടെ? നമ്മുടെ കുട്ടിയുടെ നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ, നല്ല ഭംഗിയില്ലേ? ക്യാമറയിൽ എടുക്കണ പോലെ നല്ല നല്ല ഭംഗിയിട്ടത്. ആടി നല്ല കുട്ടിയില്ല, അവിടെ നല്ല രസമുണ്ട്. അയ്യോ എൻ്റെ കളർ എന്ത് ഭംഗിയാ. ആ പറഞ്ഞത് വളരെ ശരിയാട്ടോ. ഞാനിത് ഷോർട്സ് ഇട്ട സമയത്തിൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയില്ല ഈ ഒരു കളർ കാണാൻ, ഈ ഒരു ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ അതിൽ കൊടുക്കാൻ ടാഗ് ചെയ്യേണ്ട കേട്ടോ. നമ്മളെല്ലാവരും കൂടി രാവിലത്തെ കൊടുമുടിക്കാവിലേക്ക് തൊഴാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. പ്രദൂനാണെച്ചൊക്കെ നല്ല പനിയായിരുന്നു തലേ ദിവസമൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെയാണ് മുഖത്ത് കാണുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഇങ്ങനെ കാളകളെ റെഡിയാക്കി നിർത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ, അതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഷോർട്സ് ഇട്ട സമയത്ത് തന്നെ കുറേ പേര് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ വെറും സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, അങ്ങോട്ട് തെക്കോട്ടൊന്നും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ, നമ്മളിത് സ്ഥിരമായിട്ട് എല്ലാ വർഷവും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഇതാ കണ്ട പോകുന്ന വഴികളിൽ മുഴുവൻ അതേ നിറയെ കടകൾ, ഇങ്ങനെ നിറയെ കടകൾ ഉണ്ടാവും കേട്ടോ. കഴിക്കാനുള്ള സാധനങ്ങളാണെങ്കിലും പിന്നെ വള, മാല, കമ്മൽ, പിന്നെ കളിപ്പാട്ടങ്ങൾ, അങ്ങനെ പൂരത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് കടകൾ നമ്മൾക്ക് ഇങ്ങനെ പോകുന്ന വഴിക്ക് വഴികളിൽ കാണാം. എന്താ കമ്മല് കമ്മല്
അങ്ങനെ നമ്മൾ കൊടുമുടിക്കാവിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തുന്ന സമയത്ത് 2 സൈഡിലും നിറച്ച് കടകളാണ് കേട്ടോ. അമ്മോ, അതുകൊണ്ട് തന്നെ ഈ ഒരു പൂരമുള്ള ദിവസം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഹരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സെയിം സ്വഭാവമാണ് കേട്ടോ പ്രതു. പാറു പിന്നെ ഈ ഭാഗത്തേക്കൊന്നും തിരിഞ്ഞു നോക്കില്ല. പ്രതു ഞാനുമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ ചേച്ചിയും ഉണ്ണിയേട്ടനും ഒക്കെ അത് ഇവിടെ വന്ന് തൊഴുതിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരങ്ങനെ തിരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് അമ്മാമിയും അമ്മായിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് അമ്പലത്തേക്ക് വന്നിട്ടുള്ളത്. 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അധികം അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകൾ ഇങ്ങനെ വരുന്നു പോകുന്നു അങ്ങനെയായിരുന്നു. ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള കൗണ്ടറിൽ നിന്നും രശീത് വാങ്ങി സാധാരണ പൂരത്തിൻ്റെ അന്ന് രാവിലെ അമ്പലത്തേക്ക് വരുമ്പോൾ ഒരുപാട് പേരെ കാണും കേട്ടോ. ഫ്രണ്ട്സിനെയാണ് വെച്ചെങ്കിലും ഒരുപാട് ഫാമിലി ആൾക്കാരനെ നാട്ടുകാരനെയും ഒക്കെ ഒരുപാട് പേരെ കാണും. കാരണം എല്ലാവരും വരുന്ന ദിവസമല്ലേ. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മൾ കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നു. ഒരു 10 മണിയൊക്കെ കാരണം കൊണ്ട് തന്നെ കുറച്ച് പേരൊക്കെ വന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നാലും അത് അവിടെ കുറേ പേരൊക്കെ കണ്ടു, വർത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ തൊഴുത്ത് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞ് ഇനി നമ്മളുടെ അടുത്ത പരിപാടി തുടങ്ങുകയാണ്. ഇനി ഇങ്ങനെ ഏതൊക്കെ കടകളിലാണോ ഓരോരോ കടകളിൽ ഞാനും പ്രതും കൂടി ഇങ്ങനെ കയറി ഇറങ്ങുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് 2 മണിക്ക് പൂരവരവ് വരിയെന്ന് തെക്കുമ്പോൾ പൂരാഘോഷ കമ്മിറ്റി. ഉച്ചയ്ക്ക് 2 മണിക്ക് വലതുഭാഗത്ത് ഒരിക്കൽ കൗണ്ടറിൽ നിന്നും രശീതി വാങ്ങി കളറൊക്കെ മനസ്സിലാവണമെന്നില്ല. സാധാ പച്ചയല്ലേ, അങ്ങനത്തെ പച്ചയാണോ? ഇത് വാങ്ങിണ്ടാവും. മുകളിലത്തെ ഒരു നീല കളർ ഷീറ്റ് കാരണം അവിടെയുള്ള എല്ലാത്തിനും ഒരു നീല കളർ. അതിൻ്റെ കൂടെ അതൊന്നും പോരാഞ്ഞിട്ട് ഞാനും ഒരു നീല, ആകെ മൊത്തം ഒരു നീലമയമായിരുന്നു കേട്ടോ. അപ്പോൾ അതാ കുപ്പിവളകൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക് വന്നിട്ട്, ഇനി ഇത് എവിടേക്കാണ് വാങ്ങിക്കുന്നത്, സെയിം സ്വഭാവം തന്നെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതന്നെയാണ് എനിക്കറിയത് എവിടേക്കാണ് വാങ്ങിക്കണമെന്ന് വെച്ച് അറിഞ്ഞൂടാ. പക്ഷേ ഇങ്ങനെ കടകളിൽ കയറി കഴിഞ്ഞ് പൂരത്തിനൊക്കെ വള വാങ്ങിക്കാതെ പിന്നെ എങ്ങനെയാണ്, അതെങ്ങനെ ശരിയാവുക? അപ്പോൾ പൂരത്തിന് വള മസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഞാൻ കുപ്പിവള വാങ്ങിച്ചിരിക്കും. അമ്മയ്ക്കും ഇഷ്ടാട്ടോ ഇതുപോലെ അല്ലറ ചില്ലറ ഷോപ്പിംഗ് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ വരാനൊക്കെ. പാറും സൈത്തേട്ടനും അപ്പോഴേ പോയി കാറിലിരുന്നു, ഇങ്ങോട്ടൊന്നും വന്നതേ ഇല്ല. ഞാനും പ്രതും അമ്മമ്മയും ഉണ്ട് പാവം നമ്മളുടെ കൂടെ. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ പ്രതു ഇവിടെ? അമ്മമ്മ ഏതെടുക്കണം എന്ന് ആലോചിക്കുകയാണ്. കാണുള്ളൂ, മേടിക്കണില്ലേ? അങ്ങനെ പറയരുത്, അമ്മമ്മ മേടിച്ചെന്ന് തുടങ്ങി ഞങ്ങൾക്കൊക്കെ. ഇതുണ്ടോ എന്തൊക്കെ സാധനങ്ങളാണോ ഇല്ലേ? എനിക്ക് പണ്ട് തൊട്ടേ ഈ പരിപാടി ഉള്ളൂ. അതന്നെ സജിത്തിനിപ്പോ എന്താ. ഞങ്ങളൊക്കെ ഷോപ്പിങ്ങിൽ ഇരിക്കുമ്പോൾ അതേ 2 പേര് അതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട് അല്ലേ? നമ്മളൊക്കെ അവിടെ ഷോപ്പിംഗ്. ഇവിടെ മോതിരങ്ങളുണ്ട്. പേരെഴുത്തരുന്നേ? പേരെഴുത്തരുതിൻ്റെ മുകളിൽ അമ്മയ്ക്കാണോ പേരെഴുതുന്ന മോതിരം? ക്ഷേത്രത്തിന്റെ വലതുഭാഗത്ത് പ്രവർത്തിക്കുന്ന കഴിക്കലൊടങ്ങി, ഒരു തിരക്കില്ല. പൊക്കോളൂ. സാരി പുറത്താണ്. സരിത്തേട്ടൻ മേടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ, മത്തങ്ങ ബലൂൺ. അങ്ങനെ പറഞ്ഞാൽ അറിയായിരിക്കും എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷെ അത് അവിടെ ഉണ്ടായിരുന്നില്ല. അതെന്താ അറിയാം, അതൊക്കെ പണ്ട് കാലം തൊട്ട് നമ്മളിങ്ങനെ വാങ്ങിക്കുന്നതല്ലേ, എന്താ അറിഞ്ഞൂടാ. അതൊക്കെ കാണുമ്പോൾ ഇപ്പോഴും വാങ്ങിക്കാൻ തോന്നും. മത്തങ്ങ ബലൂണ് ഇതൊക്കെ തന്നെയാണോ അവിടെ ഉള്ളത്, അതുകൊണ്ട് കുഴപ്പമില്ല. ആ കട ഇതെന്താണ്? എന്തോ സിറപ്പ്. ഈ നുറുക്ക് വേണോ? ഇത് 6-ാം നമ്പർ. വെള്ള 6-ാം നമ്പർ. വെള്ളയുണ്ട്, വെള്ളി മറ്റത് വെള്ള മാത്രം കാണാനില്ല. അതിന് നിറയെ പണ്ടൊക്കെ ഉണ്ട്. പതുക്കെ എടുക്ക് വേണ്ടി, പതുക്കെ അതാ കാണാം.
ഗുരുവായൂർ നമ്മളൊരു പെട്ടി നിറയെ സാധനങ്ങളൊക്കെ മേടിച്ചാട്ടോ. പക്ഷെ പൂരം എന്ന് പറഞ്ഞാൽ വേറെ വൈബല്ലേ. അമ്മയ്ക്കുണ്ട് പച്ച കുത്തിവള, എനിക്ക് നീല കുത്തിവള. ഇത് സ്പെഷ്യൽ കുത്തിവള കേട്ടോ അമ്മയെ. ഇനി ബാക്കിയൊക്കെ തുറന്നു കാണിച്ചേ. ഇതെന്താണ്? ഇത് ആർക്കാണ് കുപ്പികള? ആ ഇത് അമ്മ. ആ പ്രാവശ്യം ഒക്കെ ഇവിടേക്ക് പോകാൻ വേണ്ടി മേടിച്ചാ അങ്ങനത്തെ കുപ്പികള. അത് പ്രൊഡ്യൂണറാണ് കേട്ടോ. ബ്ലാക്ക് കുപ്പികളെന്ന് ബ്ലാക്ക്, അത് പ്രൊഡു മേടിച്ചാ. ഇനി അടുത്തത് അതിലെന്താ? അത് ലൈറ്റ് ഇട്ടൊക്കെ, ലൈറ്റ് ഇട്ടാലേ കാണണ്ടാവുള്ളൂ. ലൈറ്റ് ഇട്. ഇതിന് കുറച്ചേ ഉള്ളൂ. അടുത്തതിലാണ് കുറെ. കണ്ടോ? അടിപൊളിയായില്ലേ? നല്ല രസമല്ലേ? ഇതൊക്കെ സ്പെഷ്യൽ കമ്മലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. എടോ ഇത് നീലായിരുന്നാ? ഞാൻ ബ്ലാക്ക് എന്നാ അവിടുന്ന് വിചാരിച്ചത്. ഇത് ഞാൻ എടുത്താണ്. ആ അതന്നെ ഞാൻ കാണാല്ലേ. ഇതല്ല ഭംഗില്ലേ? അത്രയൊക്കെ മാറ്റി. ഓക്കെ. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ 6ാം നുറുക്ക്. അല്ല, ഇതാണ് നമ്മുടെ നാട്ടിലെ 6ാം നമ്പർ. 6ാം നമ്പർ എന്നാ പറയട്ടോ. ഇതിന്റെ പേര് ശരിക്കും നമ്മൾ 6ാം നമ്പർ എന്നാ പറയാ. വേറെ നാട്ടിൽ എന്താ പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവരും കമന്റ് ചെയ്യും. യെസ്, അമ്മമ്മ വാങ്ങിയതാ. അത് അമ്മമ്മയുടെ കറുത്ത വള, ഇതെന്റെ നീലവള. പുതിയ മോതിരം ഇവിടെ നല്ല ആ ബ്ലാക്ക്. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ഇതിൽ കേട്ടോ. പറയൂ. ഈ ബ്രൗൺ കളറിലുള്ളത് ശർക്കരയുടെയാണ്, വൈറ്റ് കളറിലുള്ളത് പഞ്ചസാരയുടെയാണ്. നല്ല ടേസ്റ്റാണ്. എനിക്കിഷ്ടം വൈറ്റ്. അതെ, അതിന് മധുരം കുറവാ. ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് പഞ്ചസാരയുടെ ഇഷ്ടമാണ് കേട്ടോ. പൂരത്തിന് മാത്രം കിട്ടുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ അല്ലേ? ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു 2 മാസം, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, 2-3 മാസങ്ങളിലാണ് നമുക്കിത് ആകെ കിട്ടുക. ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. നല്ല മധുരം, പിന്നെ പൊരി, നുറുക്ക്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നമുക്കല്ലേ ആ ഒരു സമയത്ത് കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ച് ശീലിച്ചിട്ടുള്ളവർക്ക് എന്തായാലും ഇപ്പോൾ ഇതിങ്ങനെ കഴിക്കുന്നതൊക്കെ കാണുന്ന സമയത്ത് എന്തായാലും കൊതി തോന്നും. പക്ഷെ ആരും കൊതി വെക്കല്ലേ കേട്ടോ. എടുക്കങ്ങോട്ട് പൊന്തിക്ക് അങ്ങോട്ട്. അതന്നെ, ഇതല്ലേ ഇപ്പം നേരത്തെ കാണിച്ചേ. ഓ, ഇത് കഴിച്ചു വെച്ചതാണ് അവിടെ. ഇതാണ് നമ്മളുടെ കണ്ണിമിഠായി. യെസ്, ശർക്കരയും പഞ്ചസാരയും. എനിക്കിഷ്ടം പഞ്ചസാര. അമ്മാമേ എടുത്തോളൂ. കണ്ണിമിഠായി. അതെന്താണ്? പൊരി. ഉറിയപ്പം. ഞങ്ങളെ നുറുക്കെന്ന് പറയാം. എന്താ പറയാ? ഉറിയപ്പല്ലേ? ഉറിയപ്പം. ഉറിയുടെ അടിയിൽ വെക്കണ സാധനമാരി ഉള്ളതുകൊണ്ടല്ലേ അതിനങ്ങനെ പേര്. അല്ല, ഉറിയുടെ അടിയിൽ വെക്കുന്ന സാധനമല്ല, ഉറി. അമ്മാമയ്ക്ക് പഞ്ചസാര ഇഷ്ടം? ഉറി ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. വൈകിട്ട് നമ്മളുടെ ഇവിടുന്ന് അമ്പലത്തേക്ക് പൂരപ്പുറപ്പാടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്.
ഇതാണ് കേട്ടോ ഇപ്രാവശ്യം നമ്മളുടെ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്ന കാള. നല്ല ഭംഗി, നല്ല വലുപ്പമൊക്കെ ഉണ്ട്, കാണാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ നരസിംഹമൂർത്തിയുടെ ഒരു വലിയ രൂപം ഉണ്ടായിരുന്നു കേട്ടോ. നരസിംഹമൂർത്തി, പ്രഹ്ലാദൻ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു രൂപം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ബാൻഡ് മേളം, അതുപോലെ തന്നെ കാള, അതുപോലെ ഈ നരസിംഹമൂർത്തിയുടെ ഇത്രയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇത് പോകുന്നതിൻ്റെ കൂടെ തന്നെ കുറേ പേരൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങനെ പോകും. പക്ഷേ അതിങ്ങനെ വഴിയിൽ നിന്ന് കുറേ സമയം എടുക്കും അങ്ങോട്ട് അമ്പലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ചിലരൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ അല്ലാണ്ട് വേറെ ആയിട്ടും പോകും. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ.
വലിയ കാളകളായതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ ഇങ്ങനെ മുകളിൽ ഇലക്ട്രിക് ലൈനിലൊക്കെ തട്ടൂല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അതിൻ്റെ മേൽഭാഗമൊക്കെ ഇങ്ങനെ താഴ്ത്തി വെച്ച് അതിൻ്റെ ചെവിയുടെ ഭാഗം ആ കൊമ്പ് അതൊക്കെ ഇങ്ങനെ അത്ര ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അത് ഫുള്ളായിട്ട് മുഴുവനായിട്ട് അവിടെ നിന്ന സമയത്താണ് നമുക്ക് കാണുള്ളൂ. അപ്പോൾ അത് പോകുന്ന വഴി മുഴുവൻ ഇപ്പം ഇങ്ങനെ തട്ടും ഇലക്ട്രിക് ലൈനിൻ്റെ മുകളിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് അതിങ്ങനെ താഴ്ത്തി വെച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതാ അങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയായി കേട്ടോ. ഇപ്പോൾ ഈ കണ്ടതൊന്നും ഒന്നും ആയിട്ടില്ല കേട്ടോ. നേരിട്ട് ഇനി അമ്പലത്തിൽ പോയിട്ട് കാണണം, എല്ലാ ഭാഗത്തു നിന്നുള്ള ആ വരവുകളൊക്കെ കാണണം. അതാണ് ശരിക്കും പൂരം. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം പോകാൻ സാധിച്ചിട്ടില്ല. കാരണം പാറുവിനും പ്രദുവിനും ഒക്കെ എക്സാമാണ്. പാറുവിന് ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സൈറ്റേട്ടനാണെങ്കിലും അതെ വീട്ടിലാണെങ്കിലും വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്രാവശ്യം പോയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളുടെ ഇപ്രാവശ്യത്തെ പൂരത്തിൻ്റെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.